സേവന അവാർഡ് സീസൺ 2 മെഗാ ഫിനാലെ ആഘോഷം കൂനമ്മാവ് സെയിന്റ് ജോസഫ് UP സ്കൂളിൽ നടത്തപ്പെടുമെന്ന് സംഘാടക സമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിലെയും വിദ്യാർത്ഥികളെ ജാതിമത ചിന്തകൾക്ക് അതീതമായി സാമൂഹ്യ സേവനത്തിൽ പങ്കാളികളാക്കുന്നതിന് വേണ്ടിയുള്ള ചിറമേലച്ചന്റെ സ്വപ്ന പദ്ധതിയായ മദർ തെരേസ സേവന പുരസ്കാരം ഫാദർ ഡേവിസ് ചിറമേൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ എന്നിവരോടൊപ്പം ചിറമേൽ അച്ഛനും ചേർന്ന് നടത്തുന്ന ഒരു സാമൂഹ്യ സേവന വിപ്ലവമാണ് മദർ തെരേസ സേവന പുരസ്കാരം. ഇതിന്റെ സീസൺ 2 മെഗാ ഫിനാലെ 2025 ജൂലൈ 26 ഉച്ചയ്ക്ക് 2 മണിക്ക് കൂനമ്മാവ് സെയിന്റ് ജോസഫ് UP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്നത്. ഇത് ഒരു ജാതി മത ഇപ്പോൾ ഒരു അച്ഛൻ അതിന് മുമ്പിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഒരു ജാതി മത ചിന്തകൾക്കൊക്കെ അപ്പുറത്തായിട്ട് മനുഷ്യ സ്നേഹത്തിൻ്റെ ഒരു പ്രതീകമാണല്ലോ മദർ തെരേസ. മദർ തെരേസ ജീവിതത്തിൽ ഏതെല്ലാം രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്, ഏതെല്ലാം വ്യക്തിയോട് ഇടപെട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു കൾച്ചർ നമ്മുടെ നാട്ടിൽ അനിവാര്യമാണ്. മതേതരത്വം എന്ന് പറയുന്നത് അതും ഇന്നത്തെ നാടിൻ്റെ ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. മദർ തെരേസ അത് വളരെ മനോഹരമായി കാണിച്ചു. ആ മാതൃക നമ്മുടെ മക്കൾ പിൻചെല്ലണം. മദർ തെരേസ ഒരിക്കലും ഒരു അവാർഡുകളോ മറ്റു കാര്യങ്ങളോ എന്നതിനേക്കാൾ മദർ തെരേസ ജീവിതം തന്നെ ഒരു വലിയൊരു നിധിയായിട്ട് കൊണ്ട് നടന്നതാണ്. ഒരിക്കലും തൻ്റെ ജീവിതത്തെ ഓർത്ത് ദുഃഖിച്ചിട്ടില്ല. മനുഷ്യരുടെ പെരുമാറ്റങ്ങളിലൊക്കെ പ്രയാസങ്ങളുണ്ട്, പക്ഷെ തൻ്റെ ജീവിതത്തെ ഓർത്ത് സന്തോഷിക്കാൻ ഞാൻ എപ്പോഴും കുട്ടികളോട് പറയാറുണ്ട്, നിങ്ങൾ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് കരയുകയോ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് ചിരിക്കുകയോ ചെയ്യുന്ന പാവകളാകരുത്. നമ്മൾ അങ്ങനെയാണ്. ഒരാൾ പറയുമ്പോൾ കരഞ്ഞു, ഒരാൾ പറഞ്ഞപ്പോൾ ചിരിച്ചു, അങ്ങനത്തെ പാവകളാകരുത് നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഓർത്തിട്ട് സന്തോഷിക്കാൻ പറ്റണം. ഒരാളുടെയും നമുക്ക് താങ്ങ് ആവശ്യമുണ്ട്, പക്ഷെ ആ താങ്ങിൽ നിൽക്കരുത്. നമ്മൾ വ്യക്തിത്വമുള്ള കുട്ടികളാകണം. അതൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള അവസരമായിട്ടാണ് നമ്മളിത് കണ്ടിട്ടുള്ളത്. ഇനിയും ഇത് കണ്ടിന്യൂ ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. UP, ഹൈസ്കൂൾ എന്നീ വിഭാഗത്തിലായി നിശ്ചിത മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഏറ്റവും കൂടുതൽ സമയം സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന 2 വിദ്യാർത്ഥികളെ വീതം തെരഞ്ഞെടുത്ത് അവർക്ക് ഓരോരുത്തർക്കും 5000 രൂപയും സർട്ടിഫിക്കറ്റുകളും നൽകുന്നു. അവരിൽ നിന്നും ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ 2 വിഭാഗത്തിൽ നിന്നും ഓരോ വിദ്യാർത്ഥികളെ കണ്ടെത്തി അവർക്ക് 1 ലക്ഷം രൂപയും ട്രോഫിയും സർട്ടിഫിക്കറ്റും നൽകുന്നത്. കൂടാതെ കൽക്കത്തയിലുള്ള മദർ തെരേസയുടെ ആശ്രമത്തിലേക്ക് കുടുംബസമേതം യാത്ര പോകുന്നതിനുള്ള അവസരവും നൽകുന്നു. അവാർഡ് ജേതാക്കളെ കോർഡിനേറ്റ് ചെയ്യുന്ന അധ്യാപകർ, ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കുന്ന വിദ്യാലയങ്ങൾ എന്നിവയ്ക്കും ക്യാഷ് അവാർഡും ഷീൽഡും നൽകുന്നു. പങ്കെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതാണ്. ഇത് ഡേവിസ് ചിറമേലച്ചൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള. വിദ്യാർത്ഥികളുടെ ഇടയിൽ ഒരു സാമൂഹ്യ മനോഭാവം വളർത്താൻ വേണ്ടിയിട്ട് അവർ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റം. അപ്പോൾ അവരങ്ങനെ സമൂഹത്തിൽ ഇറങ്ങി മറ്റുള്ളവരെ സഹായിക്കുന്ന സിസ്റ്റം ചെയ്തു കഴിഞ്ഞാൽ അതിനെ വാല്യൂ ചെയ്തുകൊണ്ട് അവർക്ക് അവാർഡുകൾ കൊടുക്കുക. എല്ലാ വർഷവും ഹൈസ്കൂളിലും UP യിലും ഓരോ കുട്ടികൾക്ക് വീതം 1 ലക്ഷം രൂപ വീതമുള്ള അവാർഡുകൾ കൊടുക്കും. കൂടാതെ ഓരോ സ്കൂളിലെയും ഏറ്റവും നല്ല മികച്ച വിദ്യാർത്ഥികൾക്ക് നമുക്കൊരു ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയ അനുസരിച്ച് ഏറ്റവും നന്നായി വർക്ക് ചെയ്യുന്ന കുട്ടികൾക്ക് 2 കുട്ടികളെ വീതം തിരഞ്ഞെടുത്ത് അവർക്ക് 5000 രൂപയുടെ ക്യാഷ് അവാർഡുകൾ വേറെ കൊടുക്കും. അതുകൂടാതെ ഇവരെ പ്രോത്സാഹിപ്പിക്കുന്ന അധ്യാപകർക്ക് ക്യാഷ് അവാർഡും ട്രോഫിയും കൊടുക്കും. ഇവരെ പ്രോത്സാഹിപ്പിക്കുന്ന സ്കൂളിന് ക്യാഷ് അവാർഡും ട്രോഫിയും കൊടുക്കും. ഏറ്റവും കൂടുതൽ കുട്ടികളെ പങ്കെടുപ്പിക്കുന്ന സ്കൂളിന് ട്രോഫിയും ക്യാഷ് അവാർഡും കൊടുക്കും. അങ്ങനെ കഴിഞ്ഞ വർഷം മുതലാണ് നമ്മളിത് ആരംഭിച്ചത്. കഴിഞ്ഞ വർഷം എറണാകുളം സെൻറ്റ് തെരേസാസിൽ വെച്ചായിരുന്നു ഇത് നടത്തിയത്. അപ്പോൾ അവിടുത്തെ ഒരു അവാർഡ് സെൻറ്റ് തെരേസാസിനും 1 അവാർഡ് ഇടുക്കി ജില്ലയിലെ വെള്ളയാങ്കുടി സ്കൂളിനുമായിരുന്നു ഉണ്ടായിരുന്നത്, 2 എണ്ണം. അപ്പോൾ അത് കഴിഞ്ഞ വർഷം ജൂൺ 12 ആയിരുന്നു നടന്നത്. ഈ വർഷം നമ്മൾ ജൂണിലെ സെക്കൻഡ് സാറ്റർഡേയാണ് ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ പല തിരക്കുകൾ കാരണം ആണ് ഈ സ്കൂളിൽ വെച്ചിട്ട് ഈ വർഷം ഏറ്റവും കൂടുതൽ 400-ലധികം കുട്ടികളെ പങ്കെടുപ്പിച്ചിരിക്കുന്ന സ്കൂളാണ് സെൻറ്റ് ജോസഫ് സ്കൂൾ കൂനമ്മാവ്. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്കൂളിൽ തന്നെ ഫോക്കസ് ചെയ്ത് 26-ാം തീയതി 2 മണിക്ക് ഇവിടെ വെച്ചിട്ട് നടത്തുന്നത്. അപ്പോൾ ഈ അവാർഡുകൾ ഇനിയും വരും വർഷങ്ങളിലും നമ്മൾ ഇതിൻ്റെ ഒരു ഗതി മാറ്റിക്കൊണ്ട് സ്കൂളുകളെ കൂടുതൽ പരിഗണിക്കാൻ വേണ്ടി സ്കൂളുകൾക്ക് അവാർഡ് കൊടുക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് അടുത്ത വർഷം മാറണം. കുട്ടികളെ പരിഗണിക്കും, സ്കൂളിന് അവാർഡുകൾ കൊടുക്കുക. 1 ലക്ഷം രൂപയുള്ള അവാർഡുകൾ UP സ്കൂളിനും ഹൈസ്കൂളിനും കൊടുക്കുന്ന ഒരു പരിപാടിയാണ്.
അപ്പോൾ ഈ വർഷത്തെ ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാറാണ് ഈ വർഷത്തെ ചീഫ് ഗസ്റ്റായിട്ട് വരുന്നത്. അതോടൊപ്പം തന്നെ മേഴ്സി കോപ്പ് എന്ന് പറയുന്ന ഒരു സംഘടന പോലീസിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്നതാണ്. കേരളത്തിൽ സാമൂഹ്യ രംഗത്ത് അവർ ഒത്തിരി പദ്ധതികളുണ്ട്, ഭവന പദ്ധതികൾ, അതുപോലെ ചികിത്സാ സഹായം എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ ട്രസ്റ്റ് ചെയ്യുന്നത് പോലെയുള്ള ഈക്വലായിട്ടുള്ള. അപ്പോൾ നമ്മൾ പല നോമിനേഷനുകളിൽ നിന്നും തിരഞ്ഞെടുത്ത ഒരാളാണ് തിരുവനന്തപുരം റൂറൽ SP KS സോറച്ചൻ IPS. അദ്ദേഹമാണ് മേഴ്സി കോപ്പിൻ്റെ സ്ഥാപകൻ. അതുകൊണ്ട് ഈ വർഷത്തെ 50,000 രൂപയുടെ ട്രസ്റ്റിൻ്റെ അവാർഡും ഇതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന് കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ വർഷവും അതും ഉണ്ടാവും. ഏറ്റവും നല്ല സേവനം ചെയ്യുന്ന സംഘടനകൾക്കും വ്യക്തികൾക്കും ഉള്ളൊരു അവാർഡ് നമ്മുടെ ട്രസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് കൊടുക്കുന്നതാണ്. അതും ഈ ചടങ്ങിനോടനുബന്ധിച്ച് ഇവിടെ നടക്കും. അപ്പോൾ അങ്ങനെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള സ്കൂളുകളിൽ നിന്ന് ഈ ചടങ്ങിന് വേണ്ടിയിട്ട് വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെ ഒരു ടീം ഇവിടെ എത്തുന്നുണ്ട്. ഏകദേശം 500-600 പേര് അന്നത്തെ പരിപാടിക്കുണ്ടാവും. അപ്പോൾ അതിലേക്ക് നിങ്ങളെ എല്ലാവരെയും പ്രത്യേകം ക്ഷണിക്കുന്നു. ഏകദേശം ഒരു 28 നിബന്ധനകളായിരുന്നു കുഞ്ഞുമക്കൾക്ക് ലഭിച്ചിരുന്നത്. അത് ചെറിയ രീതിയിൽ, അതായത് ചിലപ്പോൾ അതൊരു സീഡ് ബോൾ ഉണ്ടാക്കുന്നതിലൂടെയാകാം, അല്ലെങ്കിൽ താൻ ഉടുത്തിരുന്ന ഉടുപ്പ് പാകമാകാതെ വരുമ്പോൾ നല്ല ഉടുപ്പ് തന്നെ അത് മറ്റു വിദ്യാർത്ഥികൾക്കായിട്ട് നൽകുമ്പോഴാകാം, പേപ്പർ പേന ഉണ്ടാക്കുന്നത് കൊണ്ടാവാം. അങ്ങനെ പ്രകൃതിയോടും അല്ലെങ്കിൽ മനുഷ്യരോടും തന്നെ നന്മയിൽ വളരാനായിട്ട് കുഞ്ഞുമക്കളെ വാർത്തെടുക്കുന്ന ഒരു പ്രത്യേക ഒരു അവസരമാണ് ഈ മദർ തെരേസ സേവന അവാർഡിലൂടെ ഒരു കുഞ്ഞിന് ലഭിക്കുന്നത്. അങ്ങനെ ചെറിയ രീതിയിലാണെങ്കിലും വലിയ രീതിയിലാണെങ്കിലും ഒരു കുഞ്ഞിൻ്റെ മനസ്സിൽ നന്മ എന്നുള്ള ഒരു ഗുണം ഇട്ട് കൊടുക്കുവാനായിട്ട്, അല്ലെങ്കിൽ അവൻ നന്മയിൽ വളരുവാനായിട്ട് ഈ ഒരു അവസരം വളരെ കുട്ടിക്ക് അഭിനന്ദനാർഹവും ഒപ്പം തന്നെ ജീവിതത്തിന് അതൊരു മുതൽക്കൂട്ടുമാണ്. മുതിർന്ന മാതാപിതാക്കളെ ബഹുമാനിക്കാൻ പഠിക്കുന്നു. ഈവൻ അധ്യാപകരോടാണെങ്കിൽ പോലും നല്ല ശിക്ഷണത്തിൽ വളരാനായിട്ട്, നല്ല മനോഭാവത്തിൽ വളരുവാനായിട്ട് അവർ കണക്കാക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ജീവിതത്തിൽ ജീവിത മൂല്യങ്ങൾ അവർ പഠിച്ചു, സഹവർത്തിത്വം അവർ പഠിച്ചു, വിദ്യാലയത്തോടും ദേശത്തോടും പ്രകൃതിയോടുമുള്ള ഒരു സ്നേഹത്തിൽ വളരുവാനെല്ലാം ഈ കുഞ്ഞുങ്ങൾക്ക് സഹായിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല ഒരു സദസ്സിനെ അഭിമുഖീകരിക്കാനുള്ള ഒരു നല്ല പ്രവണതയിലേക്ക് കുഞ്ഞുമക്കൾ കടന്നു വന്നു. ഇനി തൻ്റെ കൂടെയുള്ള ഒരു കുഞ്ഞ് അത്രമാത്രം മാർക്ക് വാങ്ങി അല്ല പോയിന്റ് വാങ്ങി എന്ന് കാണുമ്പോൾ എനിക്കും നന്മ പ്രവർത്തികൾ ചെയ്ത് കൂടുതൽ പോയിന്റ് വാങ്ങണമെന്ന, അതായത് നമ്മൾ സബ്ജക്റ്റ് പഠിച്ച് ലാംഗ്വേജ് പഠിച്ച് അല്ലെങ്കിൽ വിദ്യാലയത്തിലെ അറിവ് നേടുക മാത്രമല്ല, സമൂഹത്തിൽ ജീവിക്കാനായിട്ട് സാമൂഹിക പ്രവർത്തനങ്ങളും ആവശ്യമാണെന്നുള്ളൊരു ചിന്തയിലേക്ക് വളർന്നു വരുവാനായിട്ട് ഇതിടയാക്കി. മാതാപിതാക്കളിൽ നിന്നും കുഞ്ഞുമക്കളിലുണ്ടായ ആ മാറ്റങ്ങൾ നമ്മോട് പങ്കുവച്ചപ്പോൾ വളരെ നല്ല ഒരു അഭിപ്രായം അവർ പറഞ്ഞപ്പോൾ ശരിക്കും ഫാദർ ഡേവിസ് ചിറമേൽ ചാരിറ്റബിൾ ട്രസ്റ്റിനോടും ഈ അംഗങ്ങളോടുമുള്ള ഞങ്ങളുടെ സ്നേഹവും ആദരവും ഒന്ന് വർദ്ധിക്കുക തന്നെയാണ് ചെയ്തത്. 2024-25 വർഷത്തെ മെഗാ ഫിനാലെ മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് കുര്യൻ ജോസഫ് ഉദ്ഘാടനം ചെയ്യുന്നതാണ്. ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തികൾക്കും സംഘടനകൾക്കും ഫാദർ ഡേവിസ് ചിറമേൽ ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകുന്ന പ്രഥമ കാരുണ്യശ്രീ അവാർഡ് മേഴ്സി കോപ്പസ് എന്ന സന്നദ്ധ സംഘടനയുടെ സ്ഥാപകനും തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവിയുമായ KS സുദർശനൻ IPSന് തദവസരത്തിൽ നൽകുന്നതാണ്. 50,000 രൂപയും പ്രശസ്തി പത്രവും ഷീൽഡും അടങ്ങുന്നതാണ് അവാർഡ്. തികച്ചും വ്യത്യസ്തമായ രീതിയിൽ സീസൺ 3 ആരംഭിക്കുകയാണ്. മറ്റ് 2 സീസണുകളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ കേരളത്തിലെ ഏറ്റവും മികച്ച സാമൂഹ്യ സേവനം നടത്തുന്ന 2 വിഭാഗത്തിലും ഓരോ വിദ്യാലയങ്ങൾക്കാണ് 1 ലക്ഷം രൂപ വീതം നൽകുന്നത്. കൂടാതെ മികച്ച വിദ്യാർത്ഥികളെ കണ്ടെത്തി പ്രോത്സാഹന സമ്മാനങ്ങളും നൽകുന്ന രീതിയിലാണ് സീസൺ 3 വിഭാവനം ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളും സീസൺ 3യിൽ പങ്കെടുക്കുവാൻ MTSA അഭ്യർത്ഥിച്ചു. ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമേൽ, വൈസ് ചെയർമാൻമാരായ രാജൻ തോമസ്, CV ജോസ്, ചീഫ് കോർഡിനേറ്റർ ഡോക്ടർ VV റോസ്, IT കോർഡിനേറ്റർ ബിജോയ് C ആന്റണി, സിസ്റ്റർ നിരഞ്ജന, സിസ്റ്റർ ബിൻസി തെരേസ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു.